ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ടോണി തോമസ്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെ ബേസിക്സ് നമ്മളെ പരിചയപ്പെടുത്തുന്ന മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ച മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. 2 മാർക്കിൻ്റെ സെഷനിലേക്ക് വരുമ്പോൾ ഏപ്രിൽ 2018 ചോദിച്ച 2 മാർക്കിൻ്റെ ചോദ്യം, ഡിഫൈൻ ഡോപ്പിംഗ്. ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ഗ്രൂപ്പ് 15 ആവാം ഗ്രൂപ്പ് 13 എലമെൻറ്റിനെ നമ്മൾ ഇമ്പ്യൂരിറ്റിനെ ആഡ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നു. അതുവഴി കണ്ടക്ടിവിറ്റി കൂട്ടുവാൻ നമുക്ക് സാധിക്കും. ഒക്ടോബർ 2018 ചോദിച്ച ചോദ്യം, ഡിഫൈൻ പൊട്ടൻഷ്യൽ ബാരിയർ. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ആ ജംഗ്ഷനിൽ എക്രോസായി ബിൽഡ് ചെയ്ത് തരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എൻ സൈഡിൽ നിന്നും പി സൈഡിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ഫർദർ ഡിഫ്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. മാർച്ച് 2016 ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 2019 ചോദിച്ച ചോദ്യം, ഡ്രോ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എ സെമി കണ്ടക്ടർ. നിങ്ങൾ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ആ 2 ബാൻഡ് തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് ഓർ എനർജി ഗ്യാപ്പൊക്കെ നിങ്ങൾ വരച്ച് കാണിക്കണം. 2 മാർക്കിൻ്റെ ചോദ്യമാണെന്ന് ഓർക്കുക. സ്കെച്ച് ദ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെനർ ഡയോഡ്. 4 ഡയോഡുകളെ നമ്മൾ ഈ മൊഡ്യൂളിൽ പരിചയപ്പെടുന്നുണ്ട്. പി എൻ ജംഗ്ഷൻ ഡയോഡ്, സെനർ ഡയോഡ്, ടണൽ ഡയോഡ് ആൻഡ് വയറക്ടർ ഡയോഡ്. 4 ഡയോഡിൻ്റെയും സിമ്പിൾ, വർക്കിംഗ്, അതിൻ്റെ വോൾട്ടേജ്, കറണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഓർഡറിൽ പഠിച്ചു പോയാൽ ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഭൂരിഭാഗം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. 6 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് പോകാം. 6 മാർക്കിൻ്റെ സെക്ഷൻ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. ശരിക്കും ഓരോ ക്വസ്റ്റ്യൻ 6 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. മാർച്ച് 2016 ചോദിച്ച ചോദ്യം, എക്സ്പ്ലെയിൻ ഡോപ്പിംഗ് ഓഫ് എ സെമി കണ്ടക്ടർ. ഡോപ്പിംഗ് 6 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് വിത്ത് ഒരു ചെറിയൊരു ഫിഗർ ഉപയോഗിച്ചിട്ട് ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡ്രോ ദ സിമ്പൽ ഓഫ് സെനർ ഡയോഡ്, ഓൾസോ പ്ലോട്ട് ദ വി ഐ ക്യാര. സെനർ ഡയോഡിൻ്റെ സിമ്പലും അതിൻ്റെ വി ഐ ക്യാരയും വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. വി ഐ ക്യാര വരയ്ക്കുമ്പോൾ സെനർ ഡയോഡ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാര എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചത് വരയ്ക്കണം. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ഓൾസോ ഡ്രോ ദ സർക്യൂട്ട് സിമ്പൽ ഓഫ് സെനർ ഡയോഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ എൻ സൈഡിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കൂടുതലും പി സൈഡിലെ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവുമാണ്. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കാരണം ഇലക്ട്രോൺസ് എൻ സൈഡിൽ നിന്നും പി സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്നാണ് വിളിക്കുന്നത്. കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഇലക്ട്രോണിൻ്റെ ഫ്ലോയിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന കാര്യം നമുക്കറിയാമല്ലോ. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ മൂലം ഉണ്ടാകുന്ന കറണ്ടാണ്. പക്ഷേ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ആ പോയിൻ്റ് ശ്രദ്ധിക്കണം. ഒക്ടോബർ 2019 അതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ടിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡ്രോ ദ സിമ്പൽ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വയറക്ടർ ഡയോഡ്. വയറക്ടർ ഡയോഡ് എന്ന് പറയുമ്പോൾ ഇത് ഒക്ടോബർ 2019 ചോദിച്ച ചോദ്യമാണ്. വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ് എന്നാണ് വയറക്ടർ ഡയോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എങ്ങനെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ ആക്ട് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, കപ്പാസിറ്റർ വേരി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡൈഇലക്ട്രിക് വിഡ്ത്ത് അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ വേരി ചെയ്താൽ മതി. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ കേസിൽ പി സൈഡും എൻ സൈഡും കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഡിപ്ലീഷൻ ലെയർ ഡൈഇലക്ട്രിക് ഓർ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്തിനെ നമുക്ക് ബയാസിങ്ങിലൂടെ വേരി ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു വേരിയബിൾ കപ്പാസിറ്റർ നമുക്ക് ലഭിക്കുന്നത്. എ എപ്സിലോൺ ബൈ ഡി എന്ന് പറയുന്ന ഫോർമുല അനുസരിച്ചാണ് നിങ്ങൾ കപ്പാസിറ്റൻസും ഡിസ്റ്റൻസ് പ്ലേറ്റ് തമ്മിലുള്ള സെപ്പറേഷനും തമ്മിലുള്ള ആ റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. 6 മാർക്കിൻ്റെ സെക്ഷനിൽ ഒക്ടോബർ 2018 ചോദിച്ച ചോദ്യം, എക്സ്പ്ലെയിൻ മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ പി ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. പി സൈഡിലാണെങ്കിൽ ഹോൾസ് മെജോറിറ്റി, ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സും. എൻ ടൈപ്പ് മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയറും ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സുമാണ്. 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വരച്ച് കാണിക്കണം. വരയ്ക്കുമ്പോൾ പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ കേസിൽ നിങ്ങൾ അക്സെപ്റ്റർ അയോൺ പ്ലസ് ഹോൾ, അതാണ് ഒരു പി ടൈപ്പ് മെറ്റീരിയൽ.
അതുപോലെ തന്നെ എൻ ടൈപ്പ് മെറ്റീരിയലിൽ ഡോണർ അയോൺ പ്ലസ് ഇലക്ട്രോൺ ആണ് ഒരു ഡോണർ ആറ്റം എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡയോഡ് ആസ് സ്വിച്ച്. ഒരു ഡയോഡ് ഒരു സർക്യൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡിയൽ കേസിൽ ഫോർവേഡ് ബയാസ് ആകുമ്പം ഡയോഡ് ഷോർട്ടായിട്ടും റിവേഴ്സ് ബയാസ് ആകുമ്പം അത് ഓപ്പണായിട്ടും ആക്ട് ചെയ്യും. ഡയോഡിൻ്റെ ഈ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിയാണ് ഡയോഡിനെ ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യിക്കുന്നത്. എക്സ്പ്ലെയിൻ സെനർ ആൻഡ് അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ 2 തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഉണ്ട്. നമ്മൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ മൈനോറിറ്റി കാരിയറിൻ്റെ എനർജി കൂടുകയും, ഇപ്പോൾ സപ്പോസ് ഒരു ഇലക്ട്രോൺ ആണ് നമ്മൾ മൈനോറിറ്റി കാരിയർ എങ്കിൽ ആ ഇലക്ട്രോൺ സിലിക്കൺ കോവാലൻ്റ് ബോണ്ടിനെ കൊളൈഡ് ചെയ്യും. ഈ കൊളീഷൻ്റെ ഫലമായിട്ട് മൈനോറിറ്റി കാരിയറിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും കൂടുകയും ചെയ്യും. അപ്പം മൈനോറിറ്റി കാരിയറിൻ്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് റിവേഴ്സ് ബയാസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുകയും ജംഗ്ഷനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഈ ബ്രേക്ക് ഡൗണിനെ നമുക്ക് സെനാർ ബ്രേക്ക് ഡൗൺ എന്നും അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്നും വിളിക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം സെനാർ ബ്രേക്ക് ഡൗൺ നേരത്തെ ഒക്യൂർ ചെയ്യുന്നു അവലാഞ്ച് ബ്രേക്ക് ഡൗണിനെ അപേക്ഷിച്ച്. സെനാർ ബ്രേക്ക് ഡൗൺ നേരത്തെ സെനാർ ബ്രേക്ക് ഡൗണിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ബയാസിങ്ങും നമ്മുടെ ഡോപ്പിംഗ് ലെവലെല്ലാം നമ്മൾ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യണം. സെനാർ ബ്രേക്ക് ഡൗണിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സെനാർ ഡയോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. സെനാർ വോൾട്ടേജ് റെഗുലേറ്ററൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ടണൽ ഡയോഡ്. ഏപ്രിൽ 2018 6 മാർക്കിൻ്റെ ചോദ്യം. ടണൽ ഡയോഡ് ടണലിംഗ് എന്ന് ആണ് അതിൻ്റെ വർക്കിംഗ് മെക്കാനിസം. ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് വളരെ നാരോ ആണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യാതെ തന്നെ ഇലക്ട്രോൺസിന് ആ ഡിപ്ലീഷൻ ലെയറിലൂടെ ടണൽ ചെയ്ത് പി സൈഡിലേക്ക് എത്തിച്ചേരുവാനും അങ്ങനെ കറണ്ട് കണ്ടക്ഷൻ സാധ്യമാക്കാനും സാധിക്കും. ഇത് നടക്കണമെങ്കിൽ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് വളരെ നാരോ ആയിരിക്കണം. അതിന് വളരെ ഹെവി ഡോപ്പിംഗ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ്റെ വിഡ്ത്ത് കുറയുമെന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മളിനി 15 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് വരാം. ഏപ്രിൽ 2018 15 മാർക്കിൻ്റെ ചോദ്യം. എക്സ്പ്ലെയിൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് ഗീവ് എക്സാമ്പിൾസ്. സെമി കണ്ടക്ടറിനെ ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ആയി രണ്ടായി തിരിക്കുന്നു. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ തന്നെ പി ടൈപ്പ് ഉണ്ട്, എൻ ടൈപ്പ് ഉണ്ട്. അതിനെപ്പറ്റി ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾസ് അടക്കം നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് വിത്ത് നീറ്റ് ഡയഗ്രാം. വിത്ത് നീറ്റ് ഡയഗ്രാം അത് ശ്രദ്ധിക്കണം. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്? ഒരു സെമി കണ്ടക്ടർ ക്രിസ്റ്റലിൽ ഒരു സൈഡിൽ പി ടൈപ്പും മറ്റേ സൈഡിൽ എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്ത് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നു. പിന്നെ അവിടെ ഡിപ്ലീഷൻ ലെയർ ബിൽഡ് ചെയ്ത് വരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു. പിന്നെ അതിനെ ബയാസ് ചെയ്യുമ്പോൾ എങ്ങനെ അവിടെ കണ്ടക്ഷൻ്റെ വ്യത്യാസമൊക്കെ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സെനർ ഡയോഡ് ആൻഡ് ഡ്രോ വി എ ക്യാര ഓഫ് സെനർ ഡയോഡ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. 3 ഡെഫിനിഷൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് ബിയിൽ നീ വോൾട്ടേജ് എന്ന് പറയുമ്പം സിലിക്കൻ്റെ കേസിൽ 0.7 വോൾട്ടേജാണ് കറണ്ട് കണ്ടക്ഷന് ആവശ്യമായിട്ടുള്ള ത്രഷോൾഡ് വോൾട്ടേജ്. ജെർമേനിയത്തിൻ്റെ കേസിൽ അത് 0.3 വോൾട്ടേജാണ്. ഈ വോൾട്ടേജ് അതിൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ നീ വോൾട്ടേജ് എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. സ്റ്റാറ്റിക് റെസിസ്റ്റൻസ് ഡി സി വോൾട്ടേജാണ് നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡി സി വോൾട്ടേജ് ബൈ ഡി സി കറണ്ടാണ് സ്റ്റാറ്റിക് റെസിസ്റ്റൻസ്. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എ സി വോൾട്ടേജ് ബൈ എ സി റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോൾട്ടേജ് ബൈ ചേഞ്ച് ഇൻ കറണ്ടിനെ നമ്മൾക്ക് ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഒക്ടോബർ 2018 15 മാർക്കിൻ്റെ ചോദ്യം. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ എനർജി ബാൻഡ് ഡയഗ്രാം. എനർജി ബാൻഡ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം മാത്രം വരച്ചാൽ മതിയായിരിക്കും. പക്ഷേ സമയം കിട്ടുവാണെങ്കിൽ അത് കണ്ടക്ടറും ഇൻസുലേറ്ററിൻ്റെയും എനർജി ബാൻഡ് ഡയഗ്രമായിട്ട് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊന്നും കൂടെ ഒന്ന് വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നന്നായി അറിയാമെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. എക്സ്പ്ലെയിൻ ദ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ക്യാര ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഡയോഡിൻ്റെ ഫോർവേഡ് റിവേഴ്സ് ക്യാര വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്ന 9 മാർക്കിന് ശ്രദ്ധിക്കണം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് വയറക്ടർ ഡയോഡ് ആൻഡ് ഗീവ് ദ ആപ്ലിക്കേഷൻ ഓഫ് വയറക്ടർ ഡയോഡ്. താഴത്തെ ചോദ്യം ആപ്ലിക്കേഷൻസ് ഓഫ് ടണൽ ഡയോഡ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ടണൽ ഡയോഡ്.
അപ്പോൾ ഞാൻ പറഞ്ഞു 4 ഡയോഡിൻ്റെയും ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും അടക്കം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഏപ്രിൽ 2019 ചോദിച്ചിരിക്കുന്നത് ടണൽ ഡയോഡിൻ്റെ VI ക്യാരയാണ്. ടണൽ ഡയോഡിൻ്റെ VI ക്യാരയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട്, പിന്നെ ഒരു പീക്ക് വോൾട്ടേജ്, വാലി വോൾട്ടേജ്. അപ്പോൾ ഈ ലേബലിംഗ് ഒക്കെ നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. പിന്നെ ആപ്ലിക്കേഷൻസും ചോദിച്ചിട്ടുണ്ട്, 9 മാർക്കിനാണ്. സെനാർ ആൻഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗണിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു 6 മാർക്കിന്. ഓർ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ബാരിയർ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. ഒരു സിലിക്കൺ ഡയോഡാണ് നിങ്ങൾ എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ 0.7 വോൾട്ടേജ് വരെ നിങ്ങൾ ഫോർവേഡ് ബയസ് ചെയ്യുകയാണെങ്കിലും കണ്ടക്ഷൻ ഉണ്ടാവുകയില്ല. ഐഡിയലി 0.7 കൂടുതലാണെങ്കിൽ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇലക്ട്രോൺസിന് ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യുന്ന എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു വിത്ത് ഡയഗ്രാം പറ്റുകയാണെങ്കിൽ ഗ്രാഫ് അടക്കം ഒന്ന് വരച്ച് കാണിക്കണം. 10 മാർക്കിനാണ്. വയറക്ടർ ഡയോഡിൻ്റെ വർക്കിങ്ങും ആപ്ലിക്കേഷൻസും 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2019 എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രാം ദ ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ ആൻഡ് ഡിപ്ലീഷൻ റീജിയൻ. നമുക്കറിയാവുന്ന കാര്യമാണ് ഡിപ്ലീഷൻ റീജിയൻ എങ്ങനെ ഫോം ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, പൊട്ടൻഷ്യൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്താണ്, ഇതൊക്കെ ഇതിൽ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് 9 മാർക്കിന്. ഡിസ്ക്രൈബ് സെനാർ ആൻഡ് അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുക 2 ബ്രേക്ക് ഡൗൺ മെക്കാനിസം. ഓർ ക്വസ്റ്റ്യൻ ഡിഫൈൻ ഡോപ്പിംഗ്, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് N ടൈപ്പ് സെമി കണ്ടക്ടർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, N ടൈപ്പ് സെമി കണ്ടക്ടറിനെ പറ്റി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഡോപ്പിംഗ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം N ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന്, അതായത് ഗ്രൂപ്പ് 14 എലമെൻ്റായ സിലിക്കൺ, ജർമ്മനിയം മുതലായ ക്രിസ്റ്റൽ ലാറ്റിസ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ഗ്രൂപ്പ് 15 എലമെൻറ്റ്സായ ഫോസ്ഫറസ് മുതലായിട്ടുള്ള എലമെൻറ്റ്സിനെ ഡോപ്പ് ചെയ്യുമ്പോൾ ഒരു ഡോണർ ആറ്റം എന്നാണ് നമ്മൾ N ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആറ്റത്തിനെ വിളിക്കുന്നത്. ഒരു ആറ്റം ഒരു ഇലക്ട്രോണിനെ വെച്ച് ഡൊണേറ്റ് ചെയ്യുകയും അങ്ങനെ നമുക്ക് മെജോറിറ്റി കാരിയേഴ്സായ ഇലക്ട്രോൺസിനെ ലഭിക്കുകയും മൈനോറിറ്റി കാരിയേഴ്സായ ഹോൾസ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് N ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ഫോർമേഷൻ. അത് നിങ്ങൾ വരച്ച് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദ VI ക്യാര ഓഫ് ഡയോഡിൻ്റെ VI ക്യാര ചോദിച്ചിട്ടുണ്ട് 7 മാർക്കിന്. മാർച്ച് 2016 ചോദ്യങ്ങളും കൂടെ ഒന്ന് നോക്കൂ. ഇലിസ്ട്രേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് അണ്ടർ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഗ്രാഫ് അടക്കം നിങ്ങൾ വരയ്ക്കണം. എല്ലാ ഡയഗ്രവും വളരെ നീറ്റായിട്ട് വരച്ച് 10 മാർക്കാണെന്ന കാര്യം ഓർക്കുക. ഡിസ്ക്രൈബ് സെനാർ ബ്രേക്ക് ഡൗൺ, യൂഷ്വലി അവലാഞ്ചെ ബ്രേക്ക് ഡൗണും കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സെനാർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം. സെനാർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്ററായിട്ട് നമുക്ക് സെനാർ ഡയോഡിൻ്റെ സഹായത്തോടെ ഒരു വോൾട്ടേജ് റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യം. സോ ഔട്ട്പുട്ടിന് പാരലായിട്ട് ഒരു സെനാർ ഡയോഡിനെ കണക്ട് ചെയ്യുകയും ആ ഡയോഡിനെ ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് വോൾട്ടേജ് റെഗുലേഷൻ സാധ്യമാകും. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുമ്പോഴോ ലോഡ് കറണ്ട് വേരി ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റഡായി ലഭിക്കാൻ ഇതിങ്ങനെ ചെയ്താൽ മതി. സ്റ്റേറ്റ് നീ വോൾട്ടേജ്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ്. 3 ഡെഫിനേഷൻസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളെയാണ് കണ്ടത്. നിങ്ങൾക്ക് ഇത് റിവ്യൂ എന്ന കാര്യത്തിൽ കണ്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വരുന്നതെന്നും നിങ്ങൾ നോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.